രേണു ചേച്ചിയുടെ ആ വീട് വെച്ച് കൊടുത്തില്ലേ, ആ വീട് ഞാൻ കണ്ടായിരുന്നേ. അപ്പോൾ പാവപ്പെട്ടവർക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് രേണു സുധി എന്ന് പറയുന്ന ഒരു കലാകാരിയുടെ രണ്ട് മുഖം, ഡബിൾ ഫേസ് ആണ് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. രേണു സുധിയുടെ ഫെയിമിന് വേണ്ടി, രേണു സുധിയുടെ നിലനിൽപ്പിന് വേണ്ടി ഒരു ബിഷപ്പാകുന്ന എന്നെ കീറി മുറിച്ചു. അതൊരിക്കലും ക്ഷമിക്കാവുന്ന ഒരു കാര്യമല്ലത്. രേണു സുധിയോട് ആരാധന വെച്ചോണ്ട് ആരും എന്റെ അടുത്തോട്ട് വന്ന് ഇതുവരെയും ചോദിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ അവരെ മാർക്കറ്റ് ചെയ്യും? ഇത് കൊടുക്കണം, വാർത്തയിൽ കൊടുക്കണം. ഇത് രേണു സുധിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ ആരും വരാറില്ല. രേണു സുധി അങ്ങനെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരാളാണെന്ന് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് കേരളത്തിൽ കുറെ പേർക്ക് അവർ വളരെ ഒന്നും വേണ്ടിയാ പറയും, ചെലവിന് കൊടുക്കാൻ പറയും. എന്തിന്? ആരോഗ്യമുള്ള ഒരു സ്ത്രീക്ക് ആര് ചെലവിന് കൊടുക്കണം? എന്റെ മോനെ സീൻ ബിഷപ്പിന്റെ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എന്തോ രോമാഞ്ചിഫിക്കേഷൻ ഫീൽ ആയിരുന്നു. അതാണ് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഓരോ പോയിന്റാണ് ഇദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതുപോലെ ഈ വീഡിയോയിൽ ഒരു സ്ത്രീയുടെ വോയിസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ആ വോയിസ് നിങ്ങൾ കേൾക്കണം, നിങ്ങൾ കേട്ടേ പറ്റത്തുള്ളൂ. അതുപോലെ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ബിഷപ്പിന്റെ ഒരു ഇന്റർവ്യൂ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. രേണു സുധി, നിന്റെയും നിന്റെ അച്ഛന്റെയും കപട ആ മുഖങ്ങളും മുഖമൂടികളും അഴിഞ്ഞു വീഴുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷമാണ്. എന്ന് നീ എനിക്കിട്ട് പണി ഉണ്ടാക്കി അന്ന് തൊട്ട് നിന്റെ നാശം തുടങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അടപടലം തേഞ്ഞൊട്ടി വീട്ടിൽ പോയി ഇരുന്ന് കരയേണ്ട അവസ്ഥ എനിക്ക് ഉണ്ടാവാതിരിക്കട്ടെ. കൊള്ളാം, നല്ല നല്ല ഒന്നാം തരം പൊറാട്ട് നാടകങ്ങൾ. വീടിന്റെ പേരും പറഞ്ഞും കൊണ്ട് ആ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയെ ഇട്ടുകൊടുത്തു സമൂഹത്തിന്റെ മുന്നിലോട്ട് തെറിവിളി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നാൽ നീയും നിന്റെ അച്ഛനും തേഞ്ഞൊട്ടി എന്നേ ഞാൻ പറയത്തുള്ളൂ. തങ്കച്ച മുതലാളി വീട്ടിൽ ഇരുന്ന് ഓസിന്റെ നിന്ന് മോളുടെ പേരിൽ ഇന്റർവ്യൂവിന്റെ ഇടയിൽ കൂടി കിട്ടുന്ന കുറച്ച് പൈസ വാങ്ങി കുപ്പി വാങ്ങി നടക്കുവാണല്ലോ തങ്കച്ചൻ മുതലാളി എന്തായാലും മുതലാളിത്തമായിട്ടൊക്കെ അവിടെ ഇരുന്നു. കൊള്ളാം, നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ നടക്കട്ടെ. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്നൊക്കെ പറയുന്നത് പോലെ അധികം അങ്ങോട്ട് കിടന്ന് ഞെകളിക്കരുത്. ഇതുപോലെ മൂക്കുകുത്തനെ ഇടിച്ചങ്ങ് വീഴും. തങ്കച്ചൻ മുതലാളി, എടോ ആ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കൂടി തന്നെ തനിക്കൊക്കെ ഓസിന് കിട്ടിയ വീടല്ലേ, അതും പോട്ട് താനെന്തിനാ കിടന്ന് തിളയ്ക്കുന്ന? തനിക്ക് ആ വീട് ആരെങ്കിലും തന്നായനെ? ആരും തന്നില്ലല്ലോ. കിച്ചുവിന് ഋതപ്പനുമല്ല വീട് കൊടുത്തിട്ടുള്ള. താനങ്ങ് കയറി ഇരുന്ന് തിളയ്ക്കുന്നുണ്ടല്ലോ. ഫാന് വീണു മറ്റോ വീണെന്ന്, ഫാനിന്റെ അടിയിൽ പോയി ഇരുന്ന എന്തിന്? പിന്നെ വേറൊരു കേസ്, തനിക്ക് ആ വീട് തന്നിട്ടുമില്ല, തനിക്കല്ല അത് തന്നത്. അതുകൊണ്ട് കൂടുതലൊന്നും അങ്ങോട്ട് ഞകളിക്കണ്ട. ഇനി വേറൊരു കേസ്, അവര് കൊച്ചു പിള്ളേരായതുകൊണ്ട് നിങ്ങൾ വലിയ മുതലാളികളൊക്കെ തന്നെയായിരിക്കും കൺട്രോൾ വിടുന്നത്. എടോ തനിക്കൊക്കെ ഓസിനല്ലേടോ നാട്ടുകാരുടെ കഷ്ടപ്പെട്ട് വേർത്തൊലിച്ച പൈസയ്ക്ക് ഉണ്ടാക്കി തന്ന വീട്. ആ വീട്ടിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ കാലാകാലം നിന്നെയൊക്കെ നാട്ടുകാരെടുത്ത് വെച്ച് മടിയിൽ വെച്ച് കൊഞ്ചണോ? എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ഞാൻ ചോദിക്കുക. നാട്ടുകാരാണോ നിന്നെയൊക്കെ കാലാകാലം അങ്ങോട്ട് നോക്കേണ്ടത്? തനിക്കൊക്കെ ഒരു വീട്ടിലൊരു പണി വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ അറിയത്തില്ല. താനൊക്കെ എന്തിനാണോ കിടക്കുന്നത് അവിടെ കയറി? തന്റെ മോളെ എണ്ണി വാങ്ങുന്നുണ്ടല്ലോ ഓരോ ഇന്റർവ്യൂവിൽ പോയിട്ട്. ഇപ്പൊ 15,000 ഒക്കെയാണ് വാങ്ങുന്നത്. അതിന്റെ ഇടയിൽ കൂടി തനിക്കും കിട്ടും ടിപ്പ്. എന്നിട്ട് തനിക്കൊക്കെ വീട്ടിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നന്നാകാൻ പറ്റത്തില്ലല്ലേ? അയ്യോ, ഞാനെന്റെ മോളും 200 രൂപ 500 രൂപ കഞ്ഞി കുടിച്ചാണ് പോകുന്നത് അന്ന് സ്റ്റേഷനിൽ വെച്ചിട്ട്. അന്ന് ഞാൻ പൊളിച്ചടിക്ക് തന്നു അവിടെ വെച്ച് നസീർ സാറിന്റെ മുന്നിൽ. എന്നിട്ടൊന്നും എനിക്ക് മനസ്സിലായില്ല. താൻ ഇങ്ങനെ കള്ളം പറയാതടോ. എനിക്കതാണ് കലി വരുന്നത്. കള്ളം പറയാതടോ. താൻ എന്താണെന്ന് തന്റെ നാട്ടുകാർക്ക് മൊത്തം അറിയാം. എന്നിട്ടും താൻ കിടന്ന് മെഴുകുകയാണ്. പിന്നെ രേണു സുധിയിലോട്ട് വരികയാണെങ്കിൽ എന്റെ പൊന്നെ, ഒരു അവാർഡ് ഞാൻ അങ്ങ് തരും. ഈ പ്ലേ ബട്ടൺ എടുത്തങ്ങ് തരട്ടാ, ഞാൻ കൊണ്ടുപോകും. അമ്മാതിരി അഭിനയം അഭിനയിക്കുന്നത്. ഈ അഭിനയം സിനിമയെ കാഴ്ച വെച്ചിരുന്നെങ്കിൽ ചിലപ്പം യൂത്ത് സൂപ്പർ സ്റ്റാർ ഒക്കെ ആയേനെ. അതുകൊണ്ട് പറഞ്ഞു പോയതാ. എന്തായാലും കൊള്ളാടെ, നല്ല ഒന്നാം തരം കുടുംബം. അർഹതപ്പെടാത്തവന്റെ കൈ പൂമാല കിട്ടിയ അവസ്ഥയാണ് ഈ അവസ്ഥ. ഒരാൾക്കും ഇങ്ങനെ ഒരു അബദ്ധം പറ്റാതിരിക്കട്ടെ. പാത്രം അറിഞ്ഞ് പിച്ചയിടണമെന്ന് പറയുന്ന ഒരു ചൊല്ലൊക്കെ ഉണ്ട്. പഴയ ആൾക്കാരടുത്ത് ചോദിച്ചറിയാൻ പറ്റും. അല്ലാണ്ട് ഈ വല്ലവന്റെയൊക്കെ അണ്ണാക്കിക്കൊണ്ട് ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും തിരിഞ്ഞു കൊത്തുന്നത്. നല്ല ഒന്നാം തരം കുടുംബം. ഒരു അവാർഡ് കൊണ്ട് ഞാൻ തരുന്നുണ്ട്. എന്തായാലും ഫാദർ കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്, കേട്ടു നോക്കാം. രേണു സുധിയുടെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കുന്നു, നിങ്ങളുടെ വീട് ചോർച്ചയുണ്ടോ എന്നെന്തോ ചോദിക്കുന്നു. അപ്പോൾ ആ പുൽക്കാരത്തി രേണു സുധി പറയുകയാണ് അവരുടെ വീടിന് ചോർച്ചയുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ആ ചോദ്യം ചോദിച്ച ആൾ ചോദിക്കുന്നു, ബെഡ്റൂമിൽ ചോർച്ചയുണ്ടോ എന്ന്. അപ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളൊരു സ്ക്രിപ്റ്റഡ് ചോദ്യവും സ്ക്രിപ്റ്റഡ് ഉത്തരങ്ങളും ഒക്കെയാണ് വന്നിരിക്കുന്നത്. ചോർച്ചയുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഇപ്പം പ്രിൻസി ഇവിടെ വന്നിട്ടുണ്ട്. പ്രിൻസി എന്നോട് ചോദിക്കുക, ബിഷപ്പിന്റെ ബെഡ്റൂം ചോരുന്നുണ്ടോ ബാത്റൂം ചോരുന്നുണ്ടോ ചോദിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടില്ല, എന്നോട് ചോദിച്ചുള്ളൂ. അതുകൊണ്ട് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫുള്ള് സ്ക്രിപ്റ്റഡ് ആണ്. അവർ വീട്ടിൽ ചോർച്ച ഉണ്ടെങ്കിൽ അത് യൂട്യൂബേഴ്സിനെ അല്ല അറിയിക്കേണ്ടത്, പബ്ലിക് പ്ലാറ്റ്ഫോമിലല്ല ഇത് പറയേണ്ടത്. ഞാനതിനെ ഒരിക്കലും അംഗീകരിക്കുന്ന ഒരു വ്യക്തിയുമല്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ വീട് ബിൽഡ് ചെയ്ത ബിൽഡറിനോട് പറയാം, അല്ലെങ്കിൽ ഈ വാർഡിൽ വാർഡ് മെമ്പറുണ്ട്, അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ 24 ചാനലിലെ ബഹുമാനപ്പെട്ട ആ ശ്രീകണ്ഠനാരാണ് വീടിന് ശിലാസ്ഥാപനം ചെയ്തത്. അദ്ദേഹം ഇതിന് മുൻകൈ എടുത്തുകൊണ്ടാണ് ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് 7 സെന്റ് സ്ഥലം കണ്ണായ സ്ഥലത്ത് എന്റെ പുരയിടത്തിൽ ഏറ്റവും വില കൂടിയ ഏറ്റവും മനോഹരമായിട്ടുള്ള 7 സെന്റ് സ്ഥലം കുഞ്ഞുങ്ങൾക്ക് സന്തോഷപൂർവ്വം കൊടുത്തതിന്റെ കാരണം ബഹുമാനപ്പെട്ട ആ ശ്രീകണ്ഠനാർ 24 MD എന്നോട് ഡയറക്റ്റ് പറഞ്ഞതിന്റെ വെളിച്ചത്തിലാണ് ഞാനത് കൊടുത്തത്. അദ്ദേഹത്തോട് പറയാമായിരുന്നു. അപ്പോൾ ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കുറെ പേര് ഇതിനകത്ത് ഇറങ്ങി തിരിച്ച കുറെ ആൾക്കാരെ കരിവാരി പുരട്ടുവാൻ തക്കവണ്ണം രേണു സുധി എന്ന പ്രിയപ്പെട്ട സഹോദരി ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ മുളയിലെ നുള്ളുക തന്നെ വേണം.
100% മുളയിലെ നുള്ളിയിരിക്കും. എന്റെ പൊന്നു ബിഷപ്പ്, എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. ഇപ്പൊ തന്നെ നുള്ളി എടുത്ത് ഇട്ട് തരാം, നല്ല ഒന്നാം തരം രീതിയിൽ ഇട്ട് തരാം. ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ ഈ റൂം ഇതിപ്പോ 2 റൂം ഞാൻ ഇറക്കിയിട്ടുണ്ട് ഇവിടെ വീട്ടില്. നേരത്തെ 1 നിലയായിരുന്നു, ഇപ്പൊ 2 നില ആക്കിയിട്ടുണ്ട്. ഇത് ഏതാണ്ട് വച്ചിട്ട് 1 വർഷം പോലും ആകുന്നില്ല ഈ റൂം. സീരിയസ്ലി പറയാം, ഞാൻ എന്റെ വീഡിയോ ഇന്ന് ഇതിന്റെ അകത്തിരുന്ന് ചെയ്യാൻ തുടങ്ങി, അപ്പോഴാണ് ഈ റൂം പൂർത്തിയായി ഇതിന്റെ കാര്യങ്ങളൊക്കെ നടപടിയായത്. എനിക്കിപ്പോ മഴ ഇവിടെ വീട്ടിൽ പെയ്ത് കഴിഞ്ഞാൽ ഈ എയർ ഹോൾ വഴി ചെറുതായിട്ട് ചാറ്റില് ചെറിയ സ്മോൾ മോളിക്യൂൾ രീതിയിൽ വാട്ടർ വരാറുണ്ട്. അത് ബിൽഡിങ്ങിൽ ഞാൻ വ്യാജ സിമെന്റോ അങ്ങനെ ഇങ്ങനെ ഒന്നും ചേർത്തല്ല. എന്റെ വീട് പണിയുമ്പോൾ ഞാൻ തന്നെയല്ല സാധനം ഇറക്കി ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നല്ല ക്വാളിറ്റി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റി എയർ ഹോൾ വഴി, അവിടെ മരങ്ങളുടെ കുറവ് കാരണമായിരിക്കാം, എയർ ഹോൾ വഴി മഴ പെയ്യുന്ന സമയത്ത് കുറച്ച് ചാറ്റിൽ കയറാറുണ്ട്. അത് ഒരു ഡിഫാൾട്ടായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് നമ്മൾ പരിഹരിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഞാൻ പണിക്കാരൻ തേച്ചെന്നെ, അവൻ തേച്ചൊട്ടിച്ച് അവൻ സിമന്റ് മുക്കി എന്നൊക്കെ പറഞ്ഞും കൊണ്ട് അവനെ ചെളിവാരി അടിക്കാൻ അല്ല ചെയ്യേണ്ടത്. സാമാന്യ ബോധമുള്ള മനുഷ്യൻ തന്റെ എന്തെങ്കിലും വീട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവരവര് ശരിയാക്കും. അല്ലാണ്ട് ബോധമില്ലാതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ല വിളിച്ച് പറയുന്നത്. തങ്കച്ചൻ വന്നിരുന്ന് വലിച്ചു തുറന്ന് കാണിച്ചുകൊണ്ട് കൊണാന്ന് വെട്ടി വിടുന്നുണ്ടല്ലോ. തനിക്ക് ഉളുപ്പുണ്ടോ മനുഷ്യ? തനിക്ക് ഉളുപ്പുണ്ടോ? നാണോ മാനോ ഉണ്ടോ? ഓസിനൊരു വീട് കിട്ടിയിട്ട് നാട്ടുകാരുടെ സഹതാപത്തിന്റെ പേരിൽ, അതും ഒരു വ്യക്തിയുടെ മരണത്തിന്റെ സഹതാപത്തിന്റെ പേരിൽ തനിക്കും തന്റെ കുടുംബത്തിനും വീട് കിട്ടിയിട്ട് അതിനെ വെറും പുച്ഛത്തോടെ പട്ടി പരിഹാസത്തോടെ താനൊക്കെ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് വിളമ്പുന്നുണ്ടല്ലോ. ഉളുപ്പുണ്ടോ മനുഷ്യ? തനിക്കൊക്കെ എന്ത് പറയാം? ഇങ്ങനത്തെ വൃത്തികെട്ട മനുഷ്യരുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ബിഷപ്പ് പറഞ്ഞാട്ടെ, ഇതിന്റെ മേലെ എന്ത് നടപടി വന്നാലും അവർ അറിഞ്ഞുകൊണ്ട് ചോദിച്ച ചോദ്യമാണ്. ബെഡ്റൂം ചോരുന്നുണ്ടോ ചോദിച്ചാൽ പറഞ്ഞു എന്റെ കുഞ്ഞ് ഇതിൽ കിടക്കുന്ന റൂം ചോരുന്നുണ്ടെന്ന് പറഞ്ഞു. മാധ്യമ സുഹൃത്ത് എങ്ങനെ അറിഞ്ഞു ഇവരുടെ മകൻ ഇവര് കിടക്കുന്ന റൂം ചോരുന്നുണ്ടോന്ന് അറിയാൻ? അപ്പൊ ഇവര് സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരെ കൊല്ലാക്കൊല ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടതാണോ? മനഃപൂർവ്വം വിവാദം സൃഷ്ടിക്കുകയും ഇതിന്റെ പിൻപിൽ നിന്ന് മുഴുവൻ പേരെ കരിവാരി പുരട്ടാൻ വേണ്ടി രേണുസുതി ചെയ്ത ഒരു സ്ക്രിപ്റ്റഡ് നാടകമാണെന്ന് ഞാൻ പറയും. എന്റെ അഭിപ്രായമാണ്. എനിക്ക് രേണുസുതിയുടെ പക്ഷം നിൽക്കേണ്ട, KHDC ഫിറോസിന്റെ പക്ഷം നിൽക്കേണ്ട, ആരുടെയും പക്ഷം നിൽക്കേണ്ട. പക്ഷേ ഇനിയും ഇത് സമൂഹത്തിൽ വലിച്ചു കയറാൻ ഞാൻ അനുവദിക്കത്തില്ല, ഒരിക്കലും അനുവദിക്കത്തില്ല. അവരുടെ വീടിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ബിൽഡറിന് നേരെ പരാതി കൊടുക്കുക. ഒരു പോലീസ് കംപ്ലൈന്റ് ചെയ്യട്ടെ, പോലീസ് വിളിപ്പിക്കും. ഇവിടെ പോലീസ് ഉണ്ടല്ലോ, തൃക്കൊടുത്താനും പോലീസിൽ പരാതി കൊടുക്കട്ടെ. പോലീസ് വന്ന് അദ്ദേഹത്തെ വിളിക്കും. എന്തുകൊണ്ട് നിങ്ങൾ ഈ വീടിന് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല? എന്തുകൊണ്ട് ഈ വീടിന് ഇത്രയും കംപ്ലൈന്റ്സ് ഉണ്ട്, നിങ്ങൾ പരിഹരിക്കുന്നില്ല? അതിന് പകരം സോഷ്യൽ മീഡിയയിൽ അപമാനിക്കുകയാണോ ചെയ്യേണ്ടത് ഒരു മനുഷ്യനെ? ഒരിക്കലും ക്ഷമിക്കാൻ വയ്യാത്ത, പൊറുക്കാൻ വയ്യാത്ത തെറ്റാണ് ഞങ്ങൾക്കെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഞാൻ ഈ വസ്തു കൊടുത്തതിൽ അങ്ങേയറ്റം ദുഃഖിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരം രേണുസുതിയുടെ സംസാരം വളരെ വേദനിപ്പിക്കുക ചെയ്യുന്നത്. കൊടുത്തതിനെ ഓർത്തല്ല. പൊതുസമൂഹത്തിൽ ആദരണീയരായി ജീവിക്കുന്ന മനുഷ്യരുണ്ട് കുറെ പേര്. ഞങ്ങളാരും സോഷ്യൽ മീഡിയ താരങ്ങളല്ല. ഇന്ന് നിങ്ങൾ കണ്ണൂരിൽ നിന്ന് ഇവിടെ വരണമെങ്കിൽ എന്നെ പോലുള്ളവർക്ക് എത്രമാത്രം മുറിവേൽക്കപ്പെട്ടിരിക്കുന്നു. സത്യം 100%. ഒരു സഹായം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ നാണം കെട്ട് നാറി ഇത്രയും പള്ളുകൾ കേട്ട വ്യക്തികൾ വേറെ ഉണ്ടാവില്ല. അത് ഒന്ന് ബിഷപ്പ് നോബൽ ഫിലിപ്പ് എന്ന് പറയുന്ന വ്യക്തിയും അതുപോലെ തന്നെ ഫിറോസിക്ക്. ഈ ലോകത്ത് വേറെ ആരും കാണില്ല സഹായം ചെയ്തിട്ട് ഇത്രയും ചീത്ത വിളി കേട്ടത്. അത്രയ്ക്ക് പുച്ഛം തോന്നുകയാണ് ആ കുടുംബത്തോട്. സത്യമുള്ള കാര്യം പറയാം, കുടുംബത്വം മൊത്തത്തോട് പുച്ഛം തോന്നുകയാണ്. എന്തായാലും തന്റെയൊക്കെ തനി കൊണം ജനങ്ങൾ അറിഞ്ഞല്ലോ. രേണുവിന്റെ അച്ഛൻ എന്തായാലും രംഗത്ത് വന്ന് വളരെ നല്ല കാര്യമായി. വരണം മിസ്റ്റർ ഇന്ദു ചൂടാൻ വന്നേ പറ്റത്തുള്ളൂ. തങ്കച്ചൻ മുതലാളി വന്നല്ലോ, നല്ല കാര്യം. നാട്ടുകാരെ അറിഞ്ഞല്ലോ തന്റെ തനിക്കോണം. താൻ വാ തുറന്നപ്പം താൻ എന്താണെന്ന് ജനങ്ങൾക്ക് മൊത്തം മനസ്സിലായിട്ടുണ്ട്. എന്നെയൊക്കെ കുറെ പേര് കുറ്റം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അന്ന് പോലീസിൽ ആ കേസായ സമയത്ത്. അപ്പൊ താൻ എന്താണെന്നും താൻ എങ്ങനെയുള്ളവനാണെന്നും അന്ന് സ്റ്റേഷനിൽ വെച്ചിട്ട് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്ന് എനിക്കത് അറിയാം താൻ എങ്ങനെ ഉള്ളവനാണെന്ന്. അത് തന്റെ വാ കൊണ്ട് തന്നെ തന്റെ തനിക്കോണം ഇന്റർവ്യൂ വഴി എക്സ്പോസ് ആയപ്പോൾ വളരെയധികം സന്തോഷം. എനിക്ക് എന്തോ ഒരു വല്ലാത്ത സന്തോഷമാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഓപ്പണായിട്ട് പറയാമല്ലോ, എന്നെ കള്ള കേസും പറഞ്ഞ് അവിടം വരെ എത്തിച്ചതിന്റെ നല്ല ചൊരുക്കം എനിക്കുണ്ട്. ഞാൻ ഓപ്പണായിട്ട് പറയാം. അതുകൊണ്ട് എന്തൊക്കെ കിട്ടിയാലും ഞാൻ വലിച്ചീറി ഒട്ടിച്ചിരിക്കും. പക്ഷെ ന്യായം മാത്രം നോക്കിയാണ്. ഇപ്പൊ നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ ഞാൻ തൊടത്തില്ല, മറിച്ച് നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാൻ ജനങ്ങളിലേക്ക് എത്തിച്ചിരിക്കും. ഇത് എന്റെ ഒരു സത്യസന്ധമായ വാക്ക് തന്നെയാണ്, മനസ്സിലായിക്കോ. എന്നെ സോഷ്യൽ മീഡിയയിൽ വലിച്ചു കീറാൻ വേണ്ടി ഒരാൾ വന്ന് സോഷ്യൽ മീഡിയയിൽ രേണുസുതിയോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. എന്താ ചോദിച്ചേ? ബിഷപ്പ് നോബൽ ഫിലിപ്പ് ഫാദർ നിങ്ങളെ മാർക്കറ്റ് ചെയ്തല്ലേ ഈ ബിസിനസ് ചെയ്യാൻ പോലെ എന്ന് ചോദിച്ചു. അവിടെ എന്റെ കുടുംബത്തെ എന്നെ ഭയങ്കരമായ രീതിയിൽ തകർക്കുക ചെയ്തത്. ഞങ്ങൾക്ക് എന്തിന് രേണുസുതിയും കുടുംബത്തെ മാർക്കറ്റ് ചെയ്യണം? അത് വളരെ 100% ഒരു കാര്യമാണ്. അന്ന് ഞാൻ ബിഷപ്പിന്റെ ഇന്റർവ്യൂ എടുത്തിട്ട് എന്റെ ചാനലിൽ വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും കേട്ട് കാണാം. അത്യാവശ്യം ആൾക്കാർ അത് കണ്ടിട്ടുണ്ട്. പലരും എടുത്ത് റിയാക്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ബിഷപ്പ് വളരെ വിഷമത്തോടെയാണ് എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ അന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം, എങ്ങനെയാണ് ഈ ചോദ്യം ഓൺലൈൻ മീഡിയക്കാർ രേണുവിന്റെ അടുത്ത് ചോദിച്ചത്. ഇപ്പോ ഈ ഫിറോസിക്കെതിരെ ഈ ചോദ്യം ചോദിപ്പിച്ചതുപോലെ തന്നെയാണ് അന്ന് ബിഷപ്പിനെതിരെയും രേണു ഈ ചോദ്യം ചോദിപ്പിച്ചതെന്ന് എനിക്ക് ഇപ്പൊ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ റീസൺ ഞാൻ പറയാതെ തന്നെ ഒന്ന് ഇരുന്ന് ചിന്തിച്ചാൽ കിട്ടും. ആൾക്കാരെ ഇട്ടുകൊടുക്കുന്നു സ്വയം കയറി വരാൻ വേണ്ടിയിട്ട്. പക്ഷെ എല്ലാം സ്വയം അടികൊണ്ട് വീഴുന്ന അവസ്ഥയിലാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. നെഗറ്റീവ് ആയാലും റീച്ച് വേണം.
ബിഗ് ബോസിൽ കയറണമല്ലോ. അതിനു വേണ്ടിയിട്ട് എന്ത് തോന്നിവാസവും കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതെന്തായാലും അധികം ഉണ്ടാവത്തില്ല. എവിടെ പോയാലും ബിഗ് ബോസിലും പോയിട്ട് ഒരുപാട് പേരൊക്കെ പുറത്തു വന്ന് പിന്നെ ഒന്നും അല്ലാണ്ടായി തീർന്ന ചരിത്രമുണ്ട്. അണയാൻ പോകുന്നത് ഈ ആളിക്കത്തും. എന്റെ കുടുംബത്തിൽ നിന്നും സന്തോഷപൂർവ്വം ഞാനും ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വില അനുസരിച്ച് 28 ലക്ഷം രൂപ വില വരുന്ന വസ്തു ആ കുഞ്ഞുങ്ങൾക്ക് ഞാൻ കൊടുത്തിരിക്കുകയാണ്. ഇന്ന് ഞാൻ കേട്ടു വീട് പൂട്ടി പോവാണെന്ന് പറഞ്ഞു. വീട് പൂട്ടി അവർ പോവാ. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ആ ശ്രീകണ്ഠൻ ഇടപെട്ട് ഈ വീട് അർഹതപ്പെട്ട വേറൊരു കുടുംബത്തിന് ഹാൻഡ് ഓവർ ചെയ്യുവാൻ നിയമപരമായിട്ട് എന്റെ പേപ്പറുകൾ റെഡിയാക്കണം. എത്രയും വേഗം അത് മാറ്റി വേറൊരു അർഹതപ്പെട്ട കുടുംബത്തിന് ആ വീട് കൊടുക്കുവാൻ നടപടി എടുക്കണം. ഇല്ലെങ്കിൽ ഞാൻ കോടതിയെ സമീപിക്കും. ഈ അഭിപ്രായത്തോട് ഞാൻ നിലവിൽ യോജിക്കുന്നു. അതിന്റെ റീസൺ, അർഹതപ്പെട്ട ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഒരുപാട് കുടുംബങ്ങൾ, പ്രത്യേകിച്ച് എന്നെ ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്തു. ഒരുപാട് സ്ത്രീകളടക്കം വാടക വീട്ടിലും അങ്ങും ഇങ്ങുമൊക്കെ ആയിട്ട് കിടക്കുന്ന ഒരുപാട് സ്ത്രീകൾ എന്നെ കോണ്ടാക്ട് ചെയ്ത് വളരെ കഷ്ടമാണ്, ഞങ്ങൾക്ക് ആ വീട് കിട്ടിയെന്ന് പൊന്നുപോലെ നോക്കിയേനെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് എന്നെ കോണ്ടാക്ട് ചെയ്ത് സംസാരിച്ചു. പക്ഷെ ഇവിടെ ഒരു വിഷയമുണ്ട്. ഈ രേണുവിന്റെ അച്ഛനോ സഹോദരിക്കോ ഒന്നും അല്ല വീട് എഴുതി കൊടുത്തിട്ടുള്ള, കിച്ചുവിനും ഋതപ്പനുമാണ്. അവർ വളർന്നു വരുമെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി ഈ ആവശ്യമില്ലാത്ത വേസ്റ്റുകൾ അവിടെ നിന്ന് തട്ടിക്കളയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. എനിക്കതേ പറയാനുള്ളൂ. പക്ഷെ ഇവിടെ ബിഷപ്പ് പറഞ്ഞതുപോലെ ഒരു പക്ഷേ അർഹതപ്പെട്ട ആർക്കെങ്കിലും ഇത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലതുമായിരിക്കും. എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യട്ടെ. എന്തിനാണ് ഈ അർഹതയില്ലാത്ത ഇതിന്റെയൊക്കെ കയ്യിൽ പൂമാല കൊടുത്തിട്ട് ഇതൊക്കെ ഇങ്ങനെ വലിച്ചു പിച്ചെറിഞ്ഞ് കളിക്കുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നമുക്കൊരാൾ അറിഞ്ഞൊരു സഹായം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കടപ്പെട്ടിരിക്കണം. എന്തെങ്കിലും ചെറിയ കുറ്റങ്ങളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ബിഷപ്പ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അവരെ തന്നെ വിളിച്ച് പറഞ്ഞ് സമീപിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പകരം സോഷ്യൽ മീഡിയയിൽ വലിച്ചു കീറാൻ ഇട്ടുകൊടുത്തുകൊണ്ട് നീയൊക്കെ കുടുംബത്തോടെ കാണിച്ച കോപ്രായത്തിന് ഒരു അന്ത്യമുണ്ടാവട്ടെ. നിന്റെയൊക്കെ തോന്നിവാസം വലിച്ചു കാട്ടി കൂട്ടിവെക്കാനുള്ളതല്ല ഈ സോഷ്യൽ മീഡിയ എന്ന് ഞങ്ങളെ പോലുള്ളവർ തുറന്നു പറയുക തന്നെ ചെയ്യും. ഇതിനൊക്കെ ഒരു അറുതി ഉണ്ടാവാൻ തന്നെ ചെയ്യും. രേണുസുതിയോട് ആരാധന വെച്ചോണ്ട് ആരും എന്റെ അടുത്തോട്ട് വന്ന് ഇതുവരെയും ചോദിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ അവർ മാർക്കറ്റ് ചെയ്യും? ഇത് കൊടുക്കണം, വാർത്തയിൽ കൊടുക്കണം. ഇത് രേണുസുതിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ ആരും വരാറില്ല. രേണുസുതി അങ്ങനെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരാളാണെന്ന് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് കേരളത്തിൽ കുറെ പേർക്ക് അവർ വളരെ ഒന്നും വേണ്ടി പറഞ്ഞ ചെലവിന് കൊടുക്കാൻ പറയും. എന്തിന്? ആരോഗ്യ സ്ത്രീക്ക് ആര് ചെലവിന് കൊടുക്കണം? ജോലി ചെയ്ത് ജീവിക്കുന്നവർക്ക് നമ്മൾ എന്തിനാ ചെലവിന് കൊടുക്കുന്നത്? ഇത് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാ. തീ ഐറ്റം. അതെ, ആരോഗ്യവും ശരീരവും തണ്ടും കൊണ്ടല്ലോ ജോലി ചെയ്ത് ജീവിക്കണം. എന്തിന് ജീവിതകാലം മൊത്തം മറ്റുള്ളവരുടെ സഹായം തേടി സഹായത്തിന് വേണ്ടി എരന്നിരന്ന് സഹായം ചെയ്യുന്നവനെ ചെളിവാരെ അടിച്ചുകൊണ്ട് നീയൊക്കെ കുടുംബത്തോടെ ജീവിക്കുന്നെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എല്ലാം കൂടി വീട്ടിൻ്റെ അകത്ത് കയറി അടയിരിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് അധ്വാനിച്ച് ജീവിച്ചൂടാ? രേണു മാത്രം പോകുന്നു എവിടെയൊക്കെ പരിപാടിയും പ്രോഗ്രാം ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് നാട്ടുകാരെ മൊത്തം വായിലിരിക്കണ കേൾക്കാനായിട്ട്. അതിന്റെ കുറെ കിട്ടുന്ന ഷെയറും വാങ്ങിച്ച് തിന്നും കൊണ്ട് എല്ലാം കൂടി കയറി അതിന്റെ അകത്ത് ഇരിപ്പുണ്ടല്ല. പണിയെടുത്ത് ജീവിക്കണോ? തനിക്ക് നെഞ്ചുവേദന മറ്റെന്തൊക്കെ വിഷയം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ തങ്കച്ചൻ മുതലാളി. ഇന്റർവ്യൂവിൽ കിടന്ന് കീ തള്ളി വിളിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ കുഴപ്പമൊന്നുമില്ലേ? അതുകൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ. ഇനി ഞാനൊരു ലേഡിയുടെ വോയിസ് ഒന്ന് കൊടുക്കാം. വീടില്ലാതെ കഷ്ടപ്പെടുന്ന ഇതുപോലെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു. ഒരുപാട് പേര്. സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ ക്ഷമിക്കുക, വേറൊന്നുമല്ല. എനിക്ക് ഒരുപാട് മെസ്സേജ് ഉണ്ട്. എനിക്ക് എല്ലാവരും സംസാരിക്കാനോ അങ്ങനെ ഇങ്ങനെ നിൽക്കാനോ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഓരോരുത്തർക്ക് കുറച്ച് കഴിഞ്ഞ് ഞാൻ വിളിക്കാം. തിരക്കാണ്, ഓരോരോ പരിപാടിയുണ്ട്. എനിക്ക് പുറത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. അങ്ങനെ കുറച്ച് തിരക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ട് ഞാൻ പറ്റുന്ന പോലെയൊക്കെ റിപ്ലൈ തരാൻ ശ്രമിക്കുന്നത്. അത് വേറൊന്നും വിചാരിക്കരുത്. ദയവ് ചെയ്തിട്ട് വേറെ ഒരു രീതിയിലും മോശമായിട്ട് വിചാരിക്കരുത്. അവന് ജാടയാണെന്നോ അവന് അഹങ്കാരമാണെന്നോ വിചാരിക്കരുത്. അതും കൂടി ഈ സമയത്ത് പറയണം തോന്നി. എന്തായാലും വീടില്ലാത്തൊരു സ്ത്രീ എന്നെ കോൺടാക്ട് ചെയ്ത് അവർ അയച്ചിട്ടുള്ള വോയിസ് ഞാൻ ഒന്ന് കേൾപ്പിച്ചുതരാം. രേണു ചേച്ചി ആ വീട് വെച്ച് കൊടുത്തില്ലേ, ആ വീട് ഞാൻ കണ്ടായിരുന്നേ. അപ്പോൾ പാവപ്പെട്ടവർക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചേട്ടനെ കോൺടാക്ട് ചെയ്തത്. അപ്പോൾ നമ്മളും വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ കുറേ ദിവസമായിട്ട് ചേട്ടന് ജോലിയില്ല, അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷനുണ്ട് നമുക്ക്. അപ്പം നമുക്ക് സ്ഥലവും ഒന്നുമില്ല. 2004 തൊട്ട് നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്നത്. അപ്പം ഞാനില്ലായിരുന്നു, ഞാൻ വന്നതാണ്, ചേട്ടൻ കല്യാണം കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ ലവ് മാരേജ് ആയിരുന്നു എന്നത്. അപ്പോൾ വീട്ടിലൊന്നും വലിയ സഹകരണവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇവർ 2004 തൊട്ട് വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പം അമ്മയ്ക്ക് ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്, ബൈപ്പാസ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റായിട്ട് 3 സ്ട്രോക്ക് വന്നു. അതിലെല്ലാം അവർ തരണം ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ്. അപ്പം നമുക്കും ഒരു ആഗ്രഹമുണ്ട്, സ്വന്തമായിട്ട് ഒരു വീട് വേണം എന്നുള്ളൊരു ഉണ്ട്. അപ്പോൾ അവർ കോണ്ടാക്ട് ചെയ്ത ഈ ഫിറോസ് എന്ന് പറയുന്ന ആളെ കോണ്ടാക്ട് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് കിട്ടുമോ അതറിയാൻ വേണ്ടിയാണ് മെസ്സേജ് ചെയ്തത്. കാരണം നമുക്ക് അത്രയ്ക്കും ബുദ്ധിമുട്ടാണ്. മൂത്ത ഒരു ചേട്ടനുണ്ട്, ആ ചേട്ടന് കാലും കൈയെല്ലാം വിറയിലാണ്. അപ്പോൾ വേറെ ജോലിക്ക് ഒന്നിനും പോകാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ ഒരു വരുമാനത്തിൻ്റെ ഒരു ഇതിലാണ് പോകുന്നത്. 3 മാസമായിട്ട് വീടിൻ്റെ വാടക വീട് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത്രയ്ക്ക് നമ്മൾ ബുദ്ധിമുട്ടിയാണ് നിൽക്കുന്നത്. അപ്പോൾ ലോണും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടുണ്ട്. എന്താ പറയുക, ഒരുപാട് ലോൺ എടുത്ത് അപ്പോൾ അതും അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആണ് നമ്മളിപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം. അപ്പോൾ അവരെ കോണ്ടാക്ട് ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് കിട്ടുമോ, എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു തന്നൊക്കെയുള്ളായിരുന്നു. ഇതുപോലെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നു. എന്ത് ചെയ്യാനാ? നമുക്ക് നോക്കാം, നമുക്ക് ശ്രമിക്കാം.
എന്താണെന്ന് അറിയില്ല, എന്തായി തീരുമെന്നൊന്നും അറിയത്തില്ല. ഒരുപാട് കഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു വീടിന് വേണ്ടി ഒരു സ്വന്തമായിട്ട് ഒരു ഷെഡെങ്കിലും കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ഇതുപോലെ ഒരുപാട് കുടുംബങ്ങളുണ്ട്, അർഹതപ്പെട്ട കുടുംബങ്ങൾ. അവർക്കൊന്നും കിട്ടാത്ത ഭാഗ്യം നിനക്കൊക്കെ കിട്ടിയപ്പോ നിനക്കൊക്കെ കുന്തളിപ്പ് അതല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഓസിന് കിട്ടിയാൽ നിനക്കൊക്കെ വലിയ വരുത്തം തന്നെ അല്ലേ, പിന്നെ കുറ്റം കുറവ്. ഇതാണ് വിവരമില്ലാത്തതിന്റെ ഒരു ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും കൊള്ളാം, നല്ല കുടുംബം, ഒന്നാം തരം കുടുംബം. പ്ലേ ബട്ടൺ എടുത്ത് തരാം, കൊണ്ട് വീട്ടിൽ വെച്ചു. എന്ത് ചെയ്യാൻ, ഇത്രയും ഒരു എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. വാ തുറന്നാ ഞാൻ കേട് മാത്രമേ വിളിച്ച് പറയത്തുള്ളൂ. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്. ബൈ.